വെൽക്കം ടു അണ്ടർ ബി. കൂട്ടുകാരെ, നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് രണ്ട് ചെങ്ങാതിമാരുടെ കഥയാണ്. മല്ലന്റെയും മാദേവന്റെയും കഥ. പണ്ട് പണ്ട് മല്ലനെന്നും മാദേവനെന്നും പേരുള്ള രണ്ടുപേർ ഉണ്ടായിരുന്നു. അവർ ഉറ്റ ചെങ്ങാതിമാരായിരുന്നു. മല്ലൻ ഒരു ശക്തൻ, മാദേവനാകട്ടെ വളരെ ദുർബലനും. ഒരു നാൾ അവർ ഒരുമിച്ച് ഒരു യാത്രക്കിറങ്ങി. ഒരു വലിയ കാട്ടിൽ കൂടിയാണ് അവർ പോയത്. ഭയങ്കരമായ കാട്. ആ കാട്ടിൽ സിംഹം, കടുവ, പുലി, കരടി എന്നുവേണ്ട എല്ലാ വന്യമൃഗങ്ങളും ധാരാളം ഉണ്ട്. അതോർത്തപ്പോൾ തന്നെ മാദേവന് പേടിയായി. അയാൾ മല്ലനോട് ചോദിച്ചു, "ചെങ്ങാതി, ഇതൊരു കൊടും കാടാണ്. കാട്ടുമൃഗങ്ങളും ഒരുപാടുണ്ട്. വല്ല കടുവയോ പുലിയോ കരടിയോ ഒക്കെ നമ്മുടെ നേരെ വന്നാൽ നാം എന്തു ചെയ്യും?" മല്ലൻ കൈകൾ വിരിച്ച് ഒരു ശക്തി പ്രകടനം തന്നെ നടത്തി. എന്നിട്ട് ഒട്ടും ഭയമില്ലാതെ അതിധൈര്യത്തിൽ പറഞ്ഞു, "വരുന്ന ജന്തുക്കളൊക്കെ വരട്ടെ, എല്ലാറ്റിനെയും ഞാൻ കൊല്ലും. നീ നോക്കിക്കോ." അത് കേട്ട മാദേവൻ മല്ലനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശരിയാണ്, മല്ലൻ ശക്തൻ തന്നെ. എന്തിനേയും എതിരിടാൻ തക്ക ധൈര്യവും ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആയുധങ്ങളൊന്നും കയ്യിലില്ല. കൂട്ടുകാരനോടത് ചോദിക്കുക തന്നെ. "ചെങ്ങാതി, ഞാനൊന്ന് ചോദിക്കട്ടെ, കടുവയും പുലിയും ഒക്കെ നേരിടാൻ നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലല്ലോ, പിന്നെങ്ങനെയാ?" മല്ലൻ അഹങ്കാരത്തോടെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് മാദേവനോട് പറഞ്ഞു, "ആയുധമില്ലെങ്കിൽ എന്താ, മല്ലനില്ലേ കൂടെ? മല്ലനുള്ളപ്പോൾ മാദേവൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കടുവയും കരടിയും ഒരുമിച്ച് വരട്ടെ, അപ്പോൾ കാണാം ഈ മല്ലന്റെ മിടുക്ക്." അങ്ങനെ പലതും പറഞ്ഞു പറഞ്ഞ് മല്ലനും മാദേവനും നടന്നു. കുറെ ദൂരം മുന്നോട്ടു പോയി. അയ്യോ, മുന്നിലതാ ഒരു തടിയൻ കരടി. മുരണ്ടുകൊണ്ട് നടക്കുന്ന കരടിയെ മാദേവനാണ് ആദ്യം കണ്ടത്. അയാൾ ഭയന്നു നിലവിളിച്ചു കൊണ്ടു പറഞ്ഞു, "ചെങ്ങാതി, അതാ ഒരു കരടി." അത് കേൾക്കേണ്ട താമസം മല്ലൻ ഭയന്നു വിറച്ചു. അയാൾ അടുത്തു നിന്ന ഒരു മരത്തിൽ ചാടിക്കയറി. മാദേവനാണെങ്കിൽ മരം കയറ്റവും അറിയില്ല. മാദേവൻ ദുർബലനാണെങ്കിലും ശരിക്കും തന്ത്രശാലിയായിരുന്നു. കരടികൾ ചത്ത ജന്തുക്കളെ തിന്നുകയില്ലെന്ന് അയാൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ നിലത്തു വീണ് ശ്വാസം പിടിച്ച് ചത്തതുപോലെ കിടന്നു. കരടി മാദേവന്റെ അടുത്തെത്തി. അല്പനേരം അവിടെ നിന്നു. അവനെ ഒന്ന് മണത്തു നോക്കി. എന്നിട്ട് ഒന്നും ചെയ്യാതെ നടന്നകന്നു. കരടി പോയി കഴിഞ്ഞപ്പോൾ മാദേവൻ എഴുന്നേറ്റു. അപ്പോൾ മല്ലനും മരക്കൊമ്പിൽ നിന്നിറങ്ങി വന്നു. അവർ രണ്ടുപേരും കൂടി വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ മല്ലൻ മാദേവനോട് ചോദിച്ചു, "ചെങ്ങാതി, ആ കരടി നിന്റെ ചെവിയിൽ എന്താണ് പറഞ്ഞത്?" മാദേവൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, "ആപത്തിൽ ഉപേക്ഷിക്കുന്നവനോട് ഒരിക്കലും കൂട്ടുകൂടരുതെന്നാണ് കരടി പറഞ്ഞത്." അത് കേട്ട് മല്ലൻ നാണിച്ചു പോയി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ മാദേവന്റെയും മല്ലന്റെയും കഥ? ഇഷ്ടമായോ?